What's up YouTube and welcome back to my channel. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു 1 year എക്സ്പീരിയൻസ് റിവ്യൂ വീഡിയോ ആണ്. ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഇത് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ സാധനമാണ്. ഇത് സാംസങ് ലെവൽ യു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ബോഡിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചൊരു ബോഡിയാണ്. പിന്നെ ഒരു മാഗ്നറ്റിക് ഇയർ ടിപ്പാണ് വരുന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, നമുക്ക് ഇതുവരെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ ഒരു മൈക്രോ USB പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 മൈക്രോഫോണാണ് ഇത് വരുന്നത്. പിന്നെ ഒന്ന് ഇത് ഇവിടെയും വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നുണ്ട്. 2 ഇയർഫോണാണ് വരുന്നുള്ളത്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 ബട്ടൺസ് കാണാം. 2 വോളിയം റോക്കേഴ്സ്. ഈ വോളിയം റോക്കേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഫോർവേഡ് ബാക്ക്വേർഡ് കമാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്ലേ പോസ് ബട്ടൺ, അത് കോളിങ്ങിൻ്റെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ പിന്നെ അത് നമുക്ക് കോൾ റിജക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മളെ കഴുത്തിൽ ഇത് ഇടുമ്പോൾ നമുക്ക് ഇത് ഇട്ടുന്നേ തോന്നില്ല. അത്രയും കംഫർട്ടബിളായ ഒരു പിടുത്തമാണ് നമുക്ക് ഈ കഴുത്തിൽ ഇത് ഇടുമ്പോൾ തരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു യൂറേത്രയും ജോയിൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല തടിയിലൊക്കെ കഴുത്തിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഇടാൻ പറ്റും. അത് അവിടെ നിന്നോളൂ. അത് മീൻസ് നമുക്കൊരു ഇറിറ്റേഷൻ തോന്നില്ല ഇത് ഇട്ടാൽ. അത്രയ്ക്കും പെർഫെക്റ്റാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസൈനിൻ്റെ കാര്യം വരുമ്പോൾ ഈ പുതിയ ട്രെൻഡിനനുസരിച്ചാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 കളറിലാണ് വരുന്നത്, ബ്ലാക്ക്, ഗ്രേ, പിന്നെ ഗോൾഡ് കളർ. എൻ്റെയും ഉള്ളത് ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. ഞാനിപ്പോൾ ഇത് ചാർജിന് കുത്തിവെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോഴും ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 50% ചാർജോളം ഇതിൽ കിട്ടുന്നുണ്ട് എനിക്ക് ഇത്ര പോരെ ദിവസങ്ങളായിട്ട്. എടുത്ത് പറയേണ്ട കാര്യമാണ്. മീൻസ് അത്രയ്ക്കും പെർഫെക്റ്റാണ് എൻ്റെ ബാറ്ററി വരുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയി മ്യൂസിക് കേൾക്കുമ്പോൾ ആണെങ്കിൽ 10 hours ഓഫ് മ്യൂസിക് ലിസണിങ് ഉണ്ട്. പിന്നെ 11 hours ഓഫ് വോയിസ് കോൾസ്. പിന്നെ ഇതിപ്പോൾ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഓണാക്കി വെച്ചാൽ അത് 500 hours വരെ നിൽക്കുന്നതാണ് ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാര്യം. പക്ഷേ ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഈ ഒരാഴ്ചയിൽ എനിക്കിപ്പോൾ എത്ര പോരെ മണിക്കൂർ ഇപ്പോൾ കണക്കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി അതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്ര ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ. പിന്നെ ഇത് നമ്മൾ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഇതിന് 2 മൈക്കാണ് വരുന്നില്ലേ. ഈ 2 മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് തരുന്നത്. ഈ ലെവൽ യുവിന് 2 ടെക്നോളജിയാണ്. സൗണ്ടിൽ വോയിസിൽ വരുമ്പോൾ 2 ടെക്നോളജിയാണ് വരുന്നുള്ളത്. പിന്നെ NR and EC, അതായത് നോയ്സ് റിഡക്ഷനും പിന്നെ എക്കോ റിഡക്ഷനും എന്ന 2 ഫീച്ചേഴ്സാണ് വരുന്നുള്ളത്. ഈ 2 ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ മറ്റ് കേൾക്കുന്നവർക്ക് ഒരു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു സാധനം വെച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. മീൻസ് അത്രയ്ക്കും അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കടലിൻ്റെ സൈഡിൽ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാറ്റ് പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി പിന്നെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ വോയിസ് മാത്രം എടുത്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കും. അതിൻ്റെ ഒരു ഫീച്ചർ ഉണ്ട് പിന്നെ ഈ സാംസങ് ലെവൽ യുവിൽ. പിന്നെ ഇതിന് വരുന്നുള്ളത് സാംസങ് ലെവലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ആൻഡ്രോയിഡിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ കണക്ഷന് നമുക്ക് പിന്നെ സാധാരണത്തിൽ ബ്ലൂടൂത്ത് സാംസങ് ലെവലിൻ്റെ ആവശ്യമില്ല. iOS-ലും പിന്നെ വിൻഡോസിലും സാംസങ് ലെവലിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ല, ആൻഡ്രോയിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജോ അഥവാ നമുക്ക് നോട്ടിഫിക്കേഷൻ വരെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ വേണം. പക്ഷെ നമുക്ക് മറ്റേ രീതിയിൽ സാധാരണ കോളിങ്ങോ പിന്നെന്താ പറയുക ഈ പാട്ട് കേൾക്കാനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏതൊരു ഡിവൈസിലും ഇത് കമ്പാറ്റബിൾ ആണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഈ അപ്ലിക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ ആൻഡ്രോയിഡ് മാത്രമേ കമ്പാറ്റബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ ഈ ഐഫോൺ, ആപ്പിൾ പിന്നെ ഈ വിൻഡോസ് ഡിവൈസിലൊക്കെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിലും നമുക്ക് എല്ലാ സാധനവും നമുക്ക് ഈ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കോൾ ഫങ്ഷൻ ആണെങ്കിൽ പിന്നെ മ്യൂസിക് മാത്രമല്ല കോളിങ്ങിനും ഇത് നല്ല അടിപൊളി സാധനമാണ്. പിന്നെ കോൾ റിസീവിങ് പിന്നെ മ്യൂട്ട് ചെയ്യാൻ, കോൾ മ്യൂട്ട് ചെയ്യാൻ വേണ്ടി, റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്മാർട്ട് ബാൻഡ് എന്നൊക്കെ പറയാം, സ്മാർട്ട് നെക്ക് ബാൻഡ് എന്നൊക്കെ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ സ്മാർട്ട് വാച്ചിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഫോൺ കോൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരാ വിളിക്കുന്നത്. ഇതിലും അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ചെവിയിൽ വെച്ചിട്ടാണെങ്കിൽ ആ സമയത്ത് ഒരാൾ കോൾ വിളിച്ചാൽ അതിൽ പറയും ഒന്നെങ്കിൽ ഇയാളെ പേര്, നമ്മൾ സേവ് ചെയ്ത പേര് അത് വിളിച്ച് പറയും ഇന്നാൾ വിളിക്കുന്നുണ്ട്.
പിന്നെ അല്ലെങ്കിൽ ആ ഒരു നമ്പർ, ഇപ്പോൾ അൺനോൺ ആണെങ്കിൽ ആ ഒരു നമ്പർ എടുത്ത് പറയും. ആ കോൾ വിളിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വൈബ്രേഷൻ വരും. ഉള്ളിൽ സാംസങ്ങിന് തന്നെ ഒരു റിംഗ് ടോണും ഉണ്ട്, അതും വരും. അപ്പോൾ എല്ലാ തരത്തിലും ഈ സാംസങ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ നമുക്കിപ്പോൾ മലയാളികൾ പറയുകയാണെങ്കിൽ പൈസക്ക് മുതലായ സാധനമാണത്. നമുക്ക് ഒരു തരത്തിലുള്ള നഷ്ടമോ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു സാംസങ് ലെവലിൽ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ലാഭം. നമുക്ക് ഇത് മേടിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തന്നെ തോന്നും ഈ ഇത്രയും പൈസക്ക് ഇത്രയും ബെസ്റ്റ് സാധനം, അടിപൊളി സാധനം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ കമ്പനി വരുന്ന കട്ട് റേറ്റ് അല്ലാത്ത റേറ്റാണ് പറയുന്നത്. 3000 റുപ്പീസാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങൾക്ക് 2440 രൂപ കിട്ടും. ആമസോണിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടുന്നവർ പോയിട്ട് മേടിക്കുക. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.0 അല്ല, പക്ഷേ 4.1 ആണ്. 4.1 എന്ന് പറയുമ്പോൾ ഫാസ്റ്ററാണ്, പെയറിംഗ് ഒക്കെ ഫാസ്റ്ററാണ്. പക്ഷേ 5.0ൻ്റെ അത്ര ഫാസ്റ്റ് അല്ല. എന്നാലും അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഓണാക്കി അപ്പം തന്നെ പെയർ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഫ്രണ്ട്സ്, ഈ പുറത്ത് കാണുന്ന ഈ ഇയർ ടിപ്സ് കണ്ടില്ലേ, അത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം എന്ന് പറയും, ഈ സാധനം ഇട്ടാൽ നമുക്ക് ഈ മാഗ്നറ്റ് ഒട്ടിക്കുന്നതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും ഇത് നമ്മൾ ചെവിയിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. മീൻസ് അത് നമുക്ക് അത് ഊരിപ്പോവോ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിട്ട് നമുക്ക് ഈ ഒരു സാധനം നമ്മൾ ചെവിൻ്റെ ആ മോൾ ഭാഗത്ത് അവിടെ ഇങ്ങനെ പിടിച്ച് നിന്നോളൂ, പുറത്തേക്ക് വരാത്ത രീതിയിൽ. ഇതിന് തൊട്ട് മുകളിലൊരു സംഭവമാണ് സാംസങ് ലെവൽ യു പ്രോ എന്ന് പറയുന്നത്. അത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇത് സ്വെറ്റ് പ്രൂഫ് അല്ല, ബട്ട് സ്വെറ്റ് പ്രൂഫ് ആണ്. നമുക്ക് മീൻസ് നമുക്ക് ഇടുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. ഇതിപ്പോൾ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ അത്രയ്ക്ക് എക്സ്ട്രീം ഈ സ്വെറ്റൊക്കെ വരുന്ന സമയത്ത് ഇത് ഇടണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ അത്രയ്ക്കും അത് ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ഇതിന് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ സാംസങ് ലെവൽ പ്രോ, അതായത് ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വെർഷന് അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പ്രൈസ് ഏകദേശം 4000-5000 റേഞ്ചിലാണ് വരുന്നുള്ളത്. പക്ഷെ നമുക്ക് സാധാരണ ഇതിൽ ഡെയിലി യൂസിനൊക്കെ ഇത് ബെസ്റ്റാണ്. പിന്നെയുള്ളത് ഇവിടെ ഒരു ഓ ലെവൽ റിംഗ് ഉണ്ട്. ഈ ഓ ലെവൽ റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സാധനം നമ്മളിപ്പോൾ മുകളിലോട്ടാക്കിയെന്ന് വിചാരിച്ചോ, മുകളിലോട്ടാക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ആടിക്കളിക്കും. അപ്പോൾ നമുക്ക് ഈ ഓ ലെവൽ റിംഗ് നമ്മൾ താഴേക്ക് ആക്കിയാൽ ഇത് അവിടെ നിൽക്കും. ഇത് അങ്ങോട്ടേക്ക് പോവാത്ത വിധം ഇതവിടെ നിന്നോളും. പിന്നെ നമുക്ക് ഉപയോഗിക്കാത്ത രീതിയിലാണെങ്കിൽ ഈ ഇങ്ങനെ ആടിക്കളിക്കാത്ത രീതിയിലാക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ഫുൾ ഇങ്ങനെ താത്തിയിട്ട് ഇവിടം വരെ കൊടുത്തിട്ട് ജസ്റ്റ് ഈ മാഗ്നറ്റിക് ടിപ്സ് വെച്ചിട്ട് അവിടെ വെച്ചാൽ മതി. ഇതവിടെ നിന്നോളും. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു ഡിവൈസാണ്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. 1 കൊല്ലമായി. നിങ്ങൾ ആലോചിക്കണം, 1 കൊല്ലമായിട്ട് ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റോ ഒരു ഇഷ്യൂസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലവർക്ക് വോയിസ് കിട്ടുന്നുണ്ടാവില്ല. മീൻസ് ആ കേൾക്കുന്നവർക്ക് വോയിസ് കിട്ടുന്നുണ്ടാവില്ല. അത് പിന്നെ മനസ്സിലായത് കമ്പ്യൂട്ടറിലെ ഡ്രൈവറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ചിലവർക്ക് ഇത് മേടിച്ചവർക്ക് പ്രശ്നം തോന്നുകയാണെങ്കിൽ അതിന് ഡ്രൈവർ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സാംസങ് ലെവലിൻ്റെ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ആയിരുന്നുള്ളൂ. എൻ്റെ ഈ സാംസങ് ലെവൽ യുവിൻ്റെ ജസ്റ്റ് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് റിവ്യൂ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിന് കുറേ കമ്പാരിസൺസ് വരുന്നുണ്ട്. കുറേ JBLൻ്റെ കുറേ ബാൻഡ് വരുന്നുണ്ട്, പിന്നെ റിയൽമി ബാൻഡ് വരുന്നുണ്ട്, പിന്നെ OnePlus ബാൻഡ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ മാറ്റി വെച്ചോ. ഈ സാംസങ് ലെവൽ യു ഞാനിപ്പോൾ ഉപയോഗിച്ചിൽ വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ബെസ്റ്റാണ്. ഞാൻ ഔട്ട് ഓഫ് 5 ആണെങ്കിൽ ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു ഡിവൈസ് ഞാൻ കൊടുക്കും. അത്രക്കും അടിപൊളിയാണ്. എന്തോ ആ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിലും അത് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അത് ബാൻഡിൻ്റെ പ്രശ്നമായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് തെറ്റിദ്ധരിച്ചു, പിന്നെ ഈ ബാൻഡിൻ്റെ പ്രശ്നമായിരിക്കും. എന്നിട്ട് കുറേ സർവീസ് സെൻ്ററിൽ കാണിച്ചു, അവർക്ക് പറഞ്ഞൊന്നും പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് വീട്ടിൽ പിന്നെ വന്നിട്ട് ഞാൻ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് മനസ്സിലായത് അത് ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവർ പ്രശ്നമായിരുന്നു. സാംസങ് ലെവലിൻ്റെ ഡ്രൈവറിൻ്റെ പ്രശ്നമാണ്. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ അപ്ഡേറ്റ് വന്നു, അത് ശരിയായി. അപ്പോൾ ഫ്രണ്ട്സ്, വേറെ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ സൈഡിലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പറ്റൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.